Cruz sacra sit mihi lux, non da cosit mihi dux, vade retro satan. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഈ യൂട്യൂബ് ബോർഡ് എന്ന് പറഞ്ഞ ഇപ്പോൾ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയ ഒരു അപകടകരമായ ഈ ഒരു സ്പിരിച്വൽ ഗെയിമിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് അതിനെപ്പറ്റി അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പഠിക്കുകയും കുറേ ആർട്ടിക്കിളൊക്കെ വായിക്കുവാനായിട്ടൊക്കെ ഇടയായി. അപ്പോൾ എന്താണ് ഓജോ ബോർഡ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത്. ഓജോ ബോർഡ് എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ പേര് VG ബോർഡ് അഥവാ വിജ ബോർഡ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഓജോ ബോർഡ് എന്ന് നമ്മൾ മലയാളത്തിൽ അതിനെ വിളിക്കുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേര് VG ബോർഡ് അഥവാ വിജ ബോർഡ് എന്നുള്ളതാണ്. ഓയ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നും ജ എന്ന ജർമ്മൻ വാക്കിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഈ VG ബോർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യേസ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ 27 അക്ഷരങ്ങളും 0 മുതൽ 9 വരെയുള്ള സംഖ്യകളും യെസ്, ഗുഡ് ലക്ക് തുടങ്ങിയ ചില വാക്യങ്ങളും അതുപോലെ ചില ചിഹ്നങ്ങളും ചില ഗ്രാഫിക്സുകളുമൊക്കെ ഒരു പരന്ന പലകയുടെ പ്രതലത്തിൽ എഴുതിയ ഒരു ഒബ്ജക്റ്റ് ആണ് ഈ ഓജോ ബോർഡ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള മറ്റൊരു സഹായിയാണ് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ത്രികോണ ആകൃതിയിലോ അഥവാ ഹൃദയത്തിൻ്റെ ആകൃതിയിലോ ഉള്ള പലക കൊണ്ടോ തടി കൊണ്ടോ അഥവാ പ്ലാസ്റ്റിക് കൊണ്ടോ ഒരു ഇൻഡിക്കേറ്ററും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഓജോ ബോർഡ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഗെയിമിന് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ്. അപ്പം ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും 1100 കാലഘട്ടങ്ങളിൽ ചൈനയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ തങ്ങളുടെ മരിച്ചുപോയ തൻ്റെ പ്രിയപ്പെട്ടവരോട് സംവദിക്കുവാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുവാനായിട്ട് അവർ ചില മീഡിയാസ് യൂസ് ചെയ്തിരുന്നു. അത് അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് 1848 അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഫോക്സ് സഹോദരിമാര് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പിരിറ്റിസം എന്ന ആശയം അവർ താമസിച്ച വീട്ടിൽ അവർക്കുണ്ടായ ചില പാരാനോർമൽ ആക്ടിവിറ്റീസ് അവരവരെ കുറച്ചുകൂടി വാണിജ്യവൽക്കരിച്ച് അവരതിൽ നിന്ന് കുറേ മണി മേക്കിംഗ് ഒക്കെ നടത്തി അവർ കുറച്ച് പ്രശസ്തരായ സമയത്ത് അപ്പം അതിൻ്റെ ചുവട് പിടിച്ച് 1890 ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് ഈ ഓജോ ബോർഡ് വാണിജ്യവൽക്കരിക്കപ്പെട്ടത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് ഈ പലകയിൽ ഞാനൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇൻഡിക്കേറ്ററിൽ ഈ ചോദ്യകർത്താക്കൾ തങ്ങളുടെ വിരലുകൾ അമർത്തി പിടിച്ച് ഈ സ്പിരിറ്റിനോട് ചോദിക്കുമ്പോൾ അത് ചോദ്യത്തിനനുസരിച്ച് ഈ ഇൻഡിക്കേറ്റർ ഈ പലകയുടെ പ്രതലത്തിലൂടെ മൂവ് ചെയ്ത് അവരുടെ ചോദ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആൻസർ കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ ഗെയിം, ഡേഞ്ചർ ഗെയിമാണ് ഓജോ ബോർഡ് പ്രാക്ടീസ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ വീക്ഷണത്തിൽ, ക്രിസ്തീയ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എന്താണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദൈവവചനങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുണ്ട്. ഒന്ന് നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവർ, പ്രാശ്നികർ, ലക്ഷണം പറയുന്നവർ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശവാഹകർ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. മൃതസന്ദേശവാഹകർ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ സ്പിരിറ്റിനോട് സംസാരിച്ച് സന്ദേശങ്ങൾ എടുക്കുന്നവരെയാണ് മൃതസന്ദേശവാഹകർ എന്ന് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഡോണ്ട് ലെറ്റ് യുവർ പീപ്പിൾ പ്രാക്ടീസ് ഡിവിനേഷൻ ഓർ ലുക്ക് ഫോർ ഒമൻസ് ഓർ യൂസ് സ്പെൽസ് ഓർ ചാംസ് ആൻഡ് ഡോണ്ട് ലെറ്റ് ദം കൺസൾട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ഡെഡ്. Don't consult the spirit of the dead.
അപ്പോൾ നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് വചനം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ദുരാചാരങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തില് 19 മുതലുള്ള വാക്യങ്ങൾ, അവർ നിങ്ങളോട് ചിലക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ല എന്ന് ചോദിക്കും. ഹല്ലേലൂയ. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ വാക്യം, ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ 2 വചനങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അതുപോലെ മറ്റു വാക്യങ്ങളുണ്ട്, എങ്കിലും ഇതിലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ വചനം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുകയാണ്, നമ്മൾ മരിച്ചവരോട് സന്ദേശം ആരായരുത്, മരിച്ചവരോട് നമ്മൾ സംസാരിക്കരുത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് ചെയ്താൽ തികച്ച കൽപ്പനയുടെ ലംഘനം ആണ്. ഇത് 1-ാം പ്രമാണ ലംഘനമാണ്. അതെങ്ങനെയാണ് 1-ാം പ്രമാണ ലംഘനമായിട്ട് തീരുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന പ്രഥമ കൽപ്പനയുടെ ലംഘനമാണ് ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടി മറ്റൊന്നിനെ നമ്മൾ ആശ്രയിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു സ്പിരിറ്റുമായിട്ട്, പൈശാചിക ശക്തിയുമായിട്ട് ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചില കുട്ടികൾ ചിലപ്പോൾ അത് കൂട്ടുകാരുടെ കൂടെ കൂടി ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതല്ല ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതല്ല ചിലർ ഇതൊന്നും ഇല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുവാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അപകടം പിടിച്ച ഒരു ഗെയിം ആണ്, ഡേഞ്ചർ ഗെയിമാണ്. നമ്മൾ ഒരിക്കലും ഇത്തരം പ്രാക്ടീസുകൾക്ക് പോകരുത്. പോയാൽ അത് നമ്മുടെ ലൈഫിനെ പലതരത്തിൽ നശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് കാര്യം മറന്നു പോകരുത്. ഇതിനോടൊപ്പം തന്നെ ഏകദേശം 2023 കൊളംബിയയിലൊരു സ്കൂളില് ഏകദേശം 28 പെൺകുട്ടികൾ അവര് ഈ ഒരു പ്രാക്ടീസ് ഓജോ ബോർഡ് കളിച്ച് ആ 28 കുട്ടികളും പാനിക് അറ്റാക്ക് വന്ന് ഡിപ്രഷനായി വളരെ മാനസിക വിഭ്രാന്തിയിൽ അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഒരു ന്യൂസ് പല വിദേശ മാധ്യമങ്ങളിലും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ റൈറ്റിങ്ങിൻ്റെ ആർട്ടിക്കിളിൻ്റെ ഇത് ഞാൻ ക്ലിപ്പ് ഈ വീഡിയോയുടെ കൂടി ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും അപകടകരമായ ഒരു ഗെയിമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അറിഞ്ഞാവട്ടെ അറിയാതെ ആവട്ടെ, കൗതുകത്തിനാവട്ടെ അതല്ലെങ്കിൽ തമാശനാവട്ടെ, നമ്മൾ കളിക്കുന്നത് പൈശാചിക ശക്തികളുടെ അടുത്താണ് എന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വേദപുസ്തകം ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിന് വിരോധമായിട്ട് ഇത് ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ 3 അവസ്ഥകളിൽ ഏതെങ്കിലും അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. തനത് വിധിയിലൂടെ 3 അവസ്ഥകളിൽ ഏതെങ്കിലും അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. ഒന്നെങ്കിൽ ആത്മാവ് വിശുദ്ധിക്കൊത്തവണ്ണം സ്വർഗരാജ്യത്ത് ആയിരിക്കാം, അതല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കാം, അതല്ലെങ്കിൽ മാരക പാപത്തിൽ മരിച്ച ആത്മാവ് നരകത്തിലേക്കും പോകുന്നു എന്ന് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ മരിച്ച ആത്മാക്കൾ ഒരിക്കലും ഈ ഓജോ ബോർഡ് കളിക്കുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ വരുന്നത് മനുഷ്യ ആത്മാക്കൾ അല്ല. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തികളാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പൈശാചിക ശക്തികൾ വിളിക്കുമ്പോൾ കടന്നു വരുന്നത് കാരണം ഈ ദൈവത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് ആ വിശുദ്ധിക്കൊത്തവണ്ണം പ്രവേശിക്കുമ്പോൾ പൈശാചിക അരൂപികൾ ഒരു ഇടം കിട്ടുവാൻ അല്ലെങ്കിൽ ഒരു ക്ഷണം കിട്ടുവാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ഒരു ഗെയിമിലൂടെ ഈ പൈശാചിക അരൂപികളെ വിളിക്കുമ്പോൾ ആ ശക്തികൾ അവിടെ പ്രവേശിക്കുവാനും ആ വ്യക്തി
അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന വ്യക്തികൾ മാരക പാപത്തിലൊക്കെ ആണ് എങ്കിൽ അവരിലേക്ക് ഒരു ആവാസത്തിനുമൊക്കെ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ പിന്നീട് പലവിധമായ അപകടങ്ങളും അതുപോലെ തന്നെ മരണം അതുപോലെ തന്നെ മാനസിക രോഗങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു വലിയ അപകടമാണെന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ഓർക്കണം. അതോടൊപ്പം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ്, അതിന്റെ ദൂഷ്യഫലങ്ങൾ, അതിന്റെ പിന്നിലെ ശക്തി എന്താണ് എന്നുള്ള കാര്യം അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഈ ഒരു ഗെയിം പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് പാടുള്ളതല്ല. അത് തികച്ചും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. അഥവാ ഇനി എന്നെ ഈ വീഡിയോ കേൾക്കുന്ന വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ഇത് ഞാൻ അറിയാതെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഫലം ഇതെന്താണ്, എന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അഥവാ എന്തെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റി ഇത് ചെയ്തതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പേടിക്കേണ്ട. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അതിൽ നിന്ന് പൂർണ്ണമായി വിടുതല് നമുക്ക് ഉണ്ട്. അതെങ്ങനെ സാധിക്കും? ഒന്ന്, നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു വൈദികന്റെ അടുത്ത് പോയി അതിനെ പശ്ചാത്തപിച്ച് കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുക. രണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാരാനോർമൽ ആക്ടിവിറ്റി ഇതിനു ശേഷം ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ചില മാനസിക ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷനുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ അതിനുശേഷം കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കത്തോലിക്ക സഭ നിയമിച്ചിരിക്കുന്ന അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വൈദികരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഡെലിവറൻസ് ശുശ്രൂഷ സ്വീകരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിന്റെ സത്യം അത് തിരിച്ചറിയണമെന്നുള്ളതാണ്. അപ്പം ഇത് തികച്ചും ഓജോ ബോർഡ് എന്ന പ്രാക്ടീസ് ഗെയിം അപകടമാണ്. അതിന്റെ പിന്നില് മറിഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരിക്കലും നമ്മൾ ഇടയാക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സംരക്ഷിക്കട്ടെ. ഈ ഒരു സത്യം എല്ലാവരും അറിയണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട്, ഇത് നമ്മുടെ സഭ നമ്മൾ അറിയാതെ പലരും ഇത് അറിയത്തില്ല, തെറ്റാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഒന്നും അറിയാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.